കർണാടകയിലെ തുമക്കുരുവിലുള്ള ഗോരത്താജി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 7, 2025 രാവിലെ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു വഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോൾ ആളുടെ ഓപ്പോസിറ്റ് ഒരു നായ വരുന്നുണ്ട്. ഈ നായയെ കണ്ടിട്ട് ആളാകപ്പാടെ ഷോക്കായി പോയി. അതേപോലെ തന്നെ ഒച്ച വെക്കാനും തുടങ്ങി. നായ ഇയാളെ വന്നിങ്ങേറ്റ് കടിക്കുമോ എന്നുള്ളൊരു ഭയത്തിലായിരുന്നില്ല ആള് ഒച്ച വെച്ചത്. ആ നായയുടെ വായിലുണ്ടായിരുന്ന ഒരു സംഭവം കണ്ടിട്ടായിരുന്നു ആള് ഒച്ച വെച്ചത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നായയുടെ വായിലുണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ കൈയായിരുന്നു. അതായത് മുട്ടിന്റെ ഇങ്ങോട്ടുള്ള ഒരു ഭാഗവും കടിച്ചു പിടിച്ചിട്ടായിരുന്നു ആ ഒരു നായ ഓടുന്നുണ്ടായിരുന്നത്. എവിടെയെങ്കിലും ഒരു കറക്റ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചിങ്ങേറ്റ് കഴിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കണം ആ നായ പോകുന്നുണ്ടായിരുന്നത്. എന്തായാലും ഇയാൾ ഒച്ചയെടുത്തത് നാട്ടുകാരെല്ലാവരും കൂടെ ഓടിക്കൂടിയതും ഒക്കെ ഒരുമിച്ചായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കാവുകയാണ്. അതേപോലെ തന്നെ ആളുകൾ നായയുടെ പിന്നാലെ ഓടിത്തുടങ്ങി. ഗ്രാമത്തിലുള്ള ചിലർ പോലീസിനെയും വിവരമറിയിച്ചു. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയായിരുന്നു. പോലീസുകാരെത്തി നായ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ആളുകൾ ഈ നായയെ ഓടിച്ചൊരു മൂലക്കലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് പോലീസുകാരായ നായയെ ഓടിച്ചു. അതേപോലെ തന്നെ ഒരു കൈ റിക്കവർ ചെയ്യുകയും ചെയ്തു. പോലീസുകാർ നോക്കുമ്പോൾ ആ കയ്യിൽ ഒരു മോതിരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതൊരു സ്ത്രീയുടെ കൈയാണെന്നുള്ളൊരു ഏകദേശം നിഗമനത്തിലോട്ട് അവർ എത്തുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കൈ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അത് ആരുടെ കൈയാണ്? ബാക്കി ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ എവിടെയാണ്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ ബാക്കി വില്ലേജിൽ മുഴുവൻ ആ ബോഡി പാർട്സിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു. അതേപോലെ തന്നെ പല ആളുകളെയും എൻക്വയറി ചെയ്തു. എന്നാൽ അതൊന്നും തന്നെ എങ്ങോട്ടും എത്തിയില്ല. അപ്പോഴത്തേനും ഡോഗ് സ്ക്വാഡ് എത്തി. അവർ ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിശോധിക്കുകയാണ്. അതായത് ആ ഒരു കൈയുടെ സ്മെല്ല് പിടിച്ചിട്ട് ഏകദേശം 7ഓളം സ്പോട്ടുകളിൽ പോയിട്ട് ആ നായ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇത് ജസ്റ്റ് ഒരു ദിവസം കൊണ്ടല്ല, 7-8 തീയതികളിലായിട്ട് ഡോഗ് സ്ക്വാഡിൻ്റെ സെർച്ചിലാണ് ഈ 7 സ്പോട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഈ 7 സ്പോട്ടുകളിൽ നിന്നും പോലീസിന് ഒരു കറുത്ത ബാഗ് കിട്ടുകയാണ്. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ്. ആ ബാഗിൽ ബോഡി പാർട്സ് ഉണ്ടായിരുന്നു. അതായത് കൈയുടെ ബാക്കിയുള്ള പാർട്സ്, അതേപോലെ തന്നെ എന്താ പറയുക, തൊടയുടെ പാർട്സ്, അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗാൻസ്, അങ്ങനെയുള്ള ബാക്കിയുള്ള ഹ്യൂമൻ പാർട്സുകളായിരുന്നു ആ 7 ബാഗുകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന് ആ ഒരു സ്ത്രീയുടെ തല കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് ഈ ബാഗുകളിലൊന്നും തന്നെ ആ സ്ത്രീയുടെ തല ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ തലയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ ഒരു കൈ കിട്ടിയ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 7-8 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പോലീസിന് വേറെ ഒരു കറുത്ത പ്ലാസ്റ്റിക് ബാഗ് ലഭിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അവർ സംശയിച്ചതുപോലെ തന്നെ ആ സ്ത്രീയുടെ തലയായിരുന്നു. അപ്പോൾ പോലീസുകാർക്ക് തല കിട്ടി. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യണം. ഇത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലേ എന്തിനാണ് ഇവരെ കൊന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ പോലീസുകാർ അടുത്തുള്ള സ്റ്റേഷനുകളിലും മറ്റൊക്കെ വല്ല മിസ്സിംഗ് കംപ്ലൈൻറ്റോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്റ്റേഷനിൽ ഓഗസ്റ്റ് 4-ാം തീയതി ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് പോലീസിന് മനസ്സിലാകുന്നത്. 53 വയസ്സ് പ്രായമുള്ള ഒരാൾ തൻ്റെ ഭാര്യയായിട്ടുള്ള 42-കാരിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതായിരുന്നു അത്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ഈ ഒരു ബോഡിയും കൂടെ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നു തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആളെ പോലീസുകാർ ഈ ഹോസ്പിറ്റലിലോട്ട് വിളിപ്പിക്കുകയാണ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആളങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തി ബോഡി കണ്ട് പൊട്ടി കരയുകയായിരുന്നു. യെസ്, അത് അയാളുടെ വൈഫായിട്ടുള്ള ലക്ഷ്മി ദേവി തന്നെയായിരുന്നു. പോലീസുകാരങ്ങനെ ആളോട് ചോദിക്കുകയാണ്, അവസാനമായിട്ട് നിങ്ങളുടെ വൈഫ് എങ്ങോട്ടാണ് പോയത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തൻ്റെ മകളെ കാണുന്നതിന് വേണ്ടിയിട്ട് മകളുടെ വീട്ടിലോട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായത്. സാധാരണഗതിയിൽ അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയമാകുമ്പോഴത്തേനും തിരിച്ചെത്തേണ്ടതാണ്. എന്നാൽ അന്നത്തെ ദിവസം അവർ തിരിച്ചു വന്നില്ല. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കിടയിലും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും എല്ലാവരുടെ അടുത്തും ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ഇയാൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടെത്താനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്നുകഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ നേരെ പോയത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മി ദേവിയുടെ മകളുടെ വീട്ടിലോട്ടായിരുന്നു. അവിടെയായിരുന്നു ലക്ഷ്മി ദേവിയുടെ മകളും അതുപോലെ തന്നെ ഹസ്ബൻഡും കുട്ടികളും താമസിച്ചിരുന്നത്. അവിടെ എത്തിയിട്ട് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ അമ്മ ഇറങ്ങി ഞാൻ ഉണ്ടാക്കി കൊടുത്തു, വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്
ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് പറയുകയാണ് പോലീസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പന്തികേടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ അവരോടും വല്ല ശത്രുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരും പറഞ്ഞു അവർക്ക് അങ്ങനെ വലിയ ശത്രുക്കളും കാര്യങ്ങളൊന്നുമില്ല, അമ്മയ്ക്ക് ശത്രുക്കൾ ഉള്ളതായിട്ട് അറിയേയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു മകളും മരുമകനും മറുപടി പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി പാർട്സ് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് ഏരിയകളിലുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്, എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അവർ എന്നിട്ട് ഓരോ വിഷ്വൽ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് അവർക്കൊരു കാര്യം ക്ലിക്കാവുന്നത്. അതായത് ഈ ബോഡി പാർട്സ് കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ചുവപ്പ് കളറ് ബ്രസ കാറ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ കില്ലേഴ്സ് ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം, അവരായിരിക്കാം ഈ ബോഡി പാർട്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് അവിടെ ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഓണറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു. ആ ഒരു സമയത്താണ് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നത്. ഈ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടത് കഴുത്ത് ഞെരിച്ചായിരുന്നു. അവരുടെ കഴുത്തിൽ എന്തോ കയറ് വെച്ച് മുറുക്കിയത് പോലുള്ള പാടുകളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡി 19 പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇത് കട്ട് ചെയ്ത ആളുണ്ടല്ലോ, ആള് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനറിയാവുന്ന അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ കൊണ്ട് മാത്രമേ ഇത്രയും പ്രിസൈസ് ആയിട്ട് ബോഡി കട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാൾ ഇതേപോലെ കൊന്ന് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രിസൈസ്ഡ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കില്ലർ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ആകത്തുക. അപ്പോൾ പോലീസുകാർ നേരെ ഈ ഒരു ഓണറെ ട്രാക്ക് ചെയ്തിട്ട് ആളുടെ വീട്ടിൽ പോവുകയായിരുന്നു. സതീഷ് എന്നായിരുന്നു ആളുടെ പേര്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നിട്ട് ആളോട് ചോദിച്ചു, നിങ്ങളുടെ കാറ് ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് പോയിട്ടുണ്ട്, എന്തിനാണ് അതിലൂടെ പോയതെന്ന് ചോദിച്ചപ്പോൾ ആൾ തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു മറുപടി പറഞ്ഞത്. പോലീസുകാർ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കാറ് വിറ്റു, അപ്പോൾ ആ വാങ്ങിയ ആൾക്കാരായിരിക്കും പോയിട്ടുണ്ടാവുക, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം ആൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. പോലീസുകാർ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ആൾ മറുത്തൊന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ പോലീസുകാർ ഇയാളുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. ഈ റീസെൻറ്റ് ടൈംസിൽ വല്ല കോൾസോ കാര്യങ്ങളോ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയപ്പോൾ പോലീസിന് മറ്റൊരു കാര്യമാണ് അവരുടെ ശ്രദ്ധയിൽ പെട്ടത്. അതായത് പോലീസിന് അറിയുന്ന ഒരു നമ്പറിലോട്ട് ഇയാൾ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ. അത് മറ്റാരുടെയും നമ്പർ ആയിരുന്നില്ല, ലക്ഷ്മി ദേവിയുടെ മരുമകനായിട്ടുള്ള രാമചന്ദ്രപ്പ എന്ന് പറയുന്ന ആളുടെ നമ്പറിലോട്ടായിരുന്നു ഈ സതീഷ് ഇടയ്ക്കിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. ഇയാൾ ഈ ഒരു നമ്പറിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾക്ക് അധിക നേരം പിന്നീട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ആൾ പറയുകയാണ്. അതിനുശേഷം പോലീസുകാർ നേരെ ചെന്ന് ഈ ഒരു 44 വയസ്സുള്ള രാമചന്ദ്രപ്പ എന്ന് പറയുന്ന ആളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവരെ 3 പേരെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഈ രാമചന്ദ്രപ്പയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. ആളുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊന്നുമില്ല, ആൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആൾ വിവാഹമൊക്കെ ഓൾറെഡി ഒരു തവണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിവാഹ ബന്ധത്തിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഡിവോഴ്സ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൾ ഫൈനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സ്വന്തമായിട്ട് വീട്, കാറ്, അതുപോലെ തന്നെ നല്ല ക്ലിനിക്ക് എല്ലാം തന്നെ ആൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 36ാമത്തെ വയസ്സിൽ ആൾ വീണ്ടും ഇങ്ങനെ വിവാഹാലോചിക്കുന്ന ഒരു ടൈമിലാണ് ഈ ദേവിയുടെ മകളുടെ വിവാഹാലോചന വരുന്നത്. ആ സമയത്ത് ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 18-19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ 36 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഏകദേശം ഇരട്ടി പ്രായമുള്ള ഒരാളായിരുന്നു ഇയാൾ. മകൾക്കുള്ള പ്രൊഫൈലുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ലക്ഷ്മി ദേവി ഈ ഒരു രാമചന്ദ്രപ്പയുടെ പ്രൊഫൈലും കാണുകയാണ്. ആ ഒരു പ്രൊഫൈൽ കണ്ട് അവർക്ക് നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. കാര്യം അയാൾക്ക് നല്ല പ്രായമുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രാവശ്യം വിവാഹം കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും ആൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതായത് വേറെ ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല. അതേപോലെ തന്നെ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ട്, മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ട്, കാറുണ്ട്. അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും സെറ്റാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്മി ദേവി തൻ്റെ മകളുടെ അടുത്ത് പറയുകയാണ് ഇയാളെ നീ വിവാഹം കഴിച്ചോളാനുള്ള കാര്യം. എന്നാൽ മകൾക്ക് അത് ആ ഒരു ടൈമിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതായത് തന്നെക്കാൾ ഇത്രയധികം പ്രായ വ്യത്യാസമുള്ള ഒരാളെ തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം മകൾ പറയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി കൺവിൻസ് ചെയ്യാണ്, മോളെ നീ ഇയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്, വേറെ നിനക്ക് അമ്മായച്ചൻ അങ്ങനെയുള്ള ആരുമില്ല, അതേപോലെ തന്നെ ആൾക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നിനക്ക് ആളുടെ കാശ് ഇഷ്ടം പോലെ ചിലവാക്കുക, ആളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുക, വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിൻ്റെ ഭാവി ജീവിതം സേഫ് ആയിരിക്കും, നീ നല്ലപോലെ ചിന്തിക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഈ ഒരു ലക്ഷ്മി ദേവിയുടെ സംസാരം കേട്ട് കേട്ട് ലാസ്റ്റ് ഈ ഒരു മകള് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവരുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇവർക്ക് 2 കുട്ടികളും ഉണ്ടായി, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആൺകുട്ടിയും. മൂത്തത് പെൺകുട്ടിയായിരുന്നു കേട്ടോ. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ രാമചന്ദ്രപ്പയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളായിരുന്നു അത്. ലക്ഷ്മി ദേവിക്ക് പല പുരുഷന്മാരുമായിട്ടും വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും അവരത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നും, അതായത് അവർ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണെന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് വരികയാണ്. ഇയാൾ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ക്യാരക്ടർ തീരെ ശരിയല്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്മി ദേവി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ വീട്ടിലോട്ട് വരുന്നതൊന്നും ആൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ലക്ഷ്മി ദേവിയുടെ കാര്യം പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ തൻ്റെ മകളുടെ വീട്ടിലോട്ട് വരും, അതേപോലെ തന്നെ ഇടയ്ക്ക് അവിടെ താമസിക്കും. അതായത് അങ്ങനെയായിരുന്നു അവരും മകളും തമ്മിലുള്ളൊരു ബന്ധം. ഈ രാമചന്ദ്രപ്പയ്ക്ക് ആദ്യമൊന്നും വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആൾക്ക് എന്തൊക്കെയോ തോട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് തൻ്റെ മകൾ വലുതായി വരികയാണ്, അതേപോലെ തന്നെ തൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, അവർക്ക് യാതൊരു മോശപ്പെട്ട സ്വഭാവവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഭാര്യയുടെ അമ്മ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് ഇവരുമായിട്ട് ഇത്രയും അധികം നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ വഴിതെറ്റി പോകാനുള്ളൊരു സാധ്യതയുണ്ട്, അതേപോലെ തന്നെ വളർന്നു വരുന്ന കുഞ്ഞും വഴിതെറ്റി പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇയാളുടെ ഉള്ളിൽ വരികയാണ്. അതിനുശേഷം തൻ്റെ അമ്മായിയമ്മ വീട്ടിലോട്ട് വരാതിരിക്കാനുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഇയാൾ നടത്തി നോക്കി. അതേപോലെ തന്നെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ല അവർ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. എന്നാൽ ഈ അമ്മയായിക്കോട്ടെ അതേപോലെ തന്നെ മകളായിക്കോട്ടെ ഇതൊന്നും കാര്യമാക്കിയില്ല. അവരുടെ വിസിറ്റും കാര്യങ്ങളൊക്കെ അവർ കണ്ടിന്യൂ ചെയ്തു പോന്നു. ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു രാമചന്ദ്രപ്പയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരെയും അതേപോലെ തന്നെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ആൾ എത്തുകയാണ്. ഇനിയും ഇത് അനുവദിച്ചുകൂടാ. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തൻ്റെ ഭാര്യയും മകളും വഴിതെറ്റി പോകും എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് തികട്ടുന്നൊരു സമയത്ത് എങ്ങനെയെങ്കിലും അമ്മായിയമ്മയെ ഇല്ലാതാക്കണം എന്നുള്ളൊരു പ്ലാനിലോട്ടായിരുന്നു ആളെത്തിയത്. അതിന് ആൾക്ക് സഹായികൾ വേണം. അപ്പോഴാണ് ആൾ 2 ആളുകളെ കുറിച്ച് ചിന്തിച്ചത്, സതീഷും കാർത്തികും. ഇവർ ഇയാളുടെ ക്ലിനിക്കിൽ മുൻപ് വന്ന ആളുകളാണ്. അതിനുശേഷം ഇവരുമായിട്ട് ഇയാൾ കമ്പനി ആവുമായിരുന്നു. ഇവരിപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവരുടെ അടുത്ത് ഇയാൾ ഈ ഒരു കാര്യം പറയാണ്. അതായത് തൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം തീരെ ശരിയല്ല, അവർക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയുക അവരങ്ങനെ വീട്ടിൽ കയറ്റാനൊന്നും കൊള്ളില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇവർ സ്ഥിരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും അതേപോലെ തന്നെ മോളൊക്കെ നാശമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ തന്നെ വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവരില്ലാതാക്കണം എന്നുള്ള ഒരു കാര്യം ഈ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാണ്. നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആൾ പറഞ്ഞു. അതിന് അവസാനം ഈ 2 സുഹൃത്തുക്കൾ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ 3 പേരും കൂടെയും ഏകദേശം 6 മാസത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ക്രൈമും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അന്നത്തെ ദിവസം നോക്കുകയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സ്ത്രീ ഇവരുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈവനിങ് സതീഷിൻ്റെ കാറും കൊണ്ടായിരുന്നു ഇയാൾ തൻ്റെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ രാമചന്ദ്രപ്പ തൻ്റെ വൈഫിൻ്റെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു നമ്മൾ പുതിയൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മളെ കാറ് കുറച്ച് പഴയ കാറല്ലേ, അപ്പോൾ ഈ ഒരു കാർ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഈവനിങ് ആയി, അതായത് ഒരു വൈകുന്നേരം ഒരു 6-7 മണി ടൈമൊക്കെ ആയി. അപ്പോൾ ഈ സ്ത്രീ ലക്ഷ്മി ദേവി വീട്ടിലോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ബൈക്കിലേക്ക് ഉണ്ടാക്കി കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി ഒരു ഓട്ടോ വിളിച്ച് പോകും, അതാണ് പതിവ്. അപ്പോൾ അന്നത്തെ ദിവസം ഈ എന്താ പറയുക രാമചന്ദ്രപ്പ പറഞ്ഞു എന്തായാലും പുതിയ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, എന്തായാലും നമുക്ക് കാറിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കാറിൽ കയറി വണ്ടിയെടുത്ത് കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ 2 ആൾക്കാർ റോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവർ രാമചന്ദ്രപ്പ കാറ് നിർത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ചോദിച്ചു. വളരെ കാഷ്വൽ ആയിട്ടാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ അമ്മായിമാരാണെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, ഈ ഒരു കാർത്തിയും അതേപോലെ തന്നെ സതീഷും ആയിരുന്നു. ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണല്ലോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്മി ദേവിക്ക് പോകേണ്ട ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയായിരുന്നു ഇവരും പോകാനുള്ള സ്ഥലമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവരോട് 2 പേരോടും കാറിൽ കയറിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഇവർ സംസാരിച്ച് വളരെ നോർമലായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോവായിരുന്നു. എന്നാൽ വണ്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയയിലെത്തി. അപ്പോഴാണ് ഇവർ 2 പേരും ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന കയറെടുത്തുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് ആ ഒരു സ്ത്രീയുടെ കഴുത്തിൽ എന്താ പറയുക ആ ഒരു കയറിട്ട് കുരുക്കുന്നതും അതുപോലെ തന്നെ ആ സ്ത്രീയെ 2 പേരും കൂടെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നതും. അതിനുശേഷം അവർ 3 പേരും കൂടെ നേരെ സതീഷിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയത്. കാരണം ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു.
ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാമചന്ദ്രപ്പ ഡോക്ടറാണല്ലോ, ആളുടെ കയ്യിൽ സർജിക്കൽ നൈഫും അതേപോലെ തന്നെ മുറിക്കേണ്ടതായിട്ടുള്ള ഒരുപാടധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആള് ബോഡി കറക്റ്റായിട്ട് കട്ട് ചെയ്യും, അതിനുശേഷം ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. കറക്റ്റ് അയാൾ പോയിട്ട് ഇത്തരത്തിലുള്ള ആളുടെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഈ ഒരു ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റിൽ വെച്ചിട്ട് 19 പീസാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണലാണ് ഇത് ചെയ്തതെന്ന് പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ആ ബോഡി പാർട്സ് പല പല കവറുകളിലാക്കി പല പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ബോഡി പാർട്സ് അഴുകിപ്പോവും. പിന്നീട് ഇത് എന്താ പറയുക, പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഇവർ കരുതിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്ലാൻ പ്രകാരം തന്നെ അവർ പീസാക്കി അതേപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ ഡിക്കിയിലാക്കിയിട്ട് ആ ഗ്രാമത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർ ആ ഒരു ബോഡി പാർട്സ് ഡിസ്പോസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ബാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ദൂരത്തിലായിരുന്നു ഓരോരോ ബാഗുകളും അവർ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു സ്ത്രീയെ കാണാതായിട്ടുള്ള വാർത്ത പടരുകയാണ് ഇവരുടെ ഫാമിലിയുടെ ഇടയിലും മറ്റുമൊക്കെ. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ഇവരും അന്വേഷിക്കുന്നുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെയായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കേസിൽ ഒരു തുമ്പും കിട്ടാതിരുന്നിരുന്ന സമയത്തായിരിക്കാം ആ തെരുവ് നായ ആ പ്ലാസ്റ്റിക് ബാഗിൻ്റെ സ്മെല്ല് കേട്ട് അങ്ങോട്ട് പോയതും അതേപോലെ തന്നെ അത് കീറിപ്പൊളിച്ച് ആ കൈ കടിച്ചെടുത്ത് ഇതേപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിലൂടെ പോയതും. ആ ഒരു സീൻ ഇതേപോലെ നാട്ടുകാർ കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചതും പിന്നീട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തന്നെ നടക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ അവരെ പിടികൂടുന്നതും. മേ ബി ഈ ഒരു കേസിൽ ആ തെരുവ് നായ കറക്റ്റ് ടൈമിൽ ആ ഒരു ഏരിയയിൽ വന്ന് ഇതേപോലെ തന്നെ ആ ഒരു കൈ എടുത്തുകൊണ്ട് പോയി ആ ഒരു കൈ ഈ നാട്ടുകാർ കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇത്ര പെട്ടെന്ന് സോൾവ് ആവാനുള്ള സാധ്യത കുറവ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ലാസ്റ്റ് സതീഷിനെയും അതേപോലെ തന്നെ ഈ ഒരു കാർത്തികിനെയും പിന്നെ രാമചന്ദ്രപ്പയെയും പോലീസുകാർ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇനി ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നത് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.